ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട തയ്യാറാക്കുകയാണ്. വളരെ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 3 ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് 3 കപ്പ് അളവിൽ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ കുഴച്ചെടുക്കാവൂ. നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിങ്ക് സാൾട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല മയം വരുന്നത് വരെ ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി ഫില്ലിങ് തയ്യാറാക്കാം. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി. ഇത് ഇത്രയും നല്ലതുപോലെ ചതച്ചെടുക്കാം. വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ചതച്ച് വെച്ചു, പച്ചമുളകും ചതച്ച് വെച്ച്. ഇനി സവാളയാണ്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. അപ്പോഴത്തേക്കും ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഫോർക്കോ സ്പൂണോ കൊണ്ട് ഉടച്ചെടുക്കണം. നല്ല മയത്തിൽ ഉടച്ചെടുക്കണം. നല്ലതുപോലെ ഉടച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതുവരെ ഒന്ന് ഇളക്കി. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ആദ്യമേ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി, ഇനി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല വെന്ത് ഒരു മണം വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെന്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ. 1/4 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിങ്ക് സാൾട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിക്ക് കൂടുതൽ വേണ്ടി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വയ്ക്കാം. കുറച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറക്കാം. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിൽ മുരിങ്ങയില ചേർത്ത് കൊടുത്താലും മതി. മുരിങ്ങയിലയും നല്ലതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് വറ്റുന്നത് വരെ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉരുളൻകിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി അരപ്പെല്ലാം നല്ലതുപോലെ
ഉരുളൻകിഴങ്ങുമായിട്ട് ചേർന്നതിന് ശേഷം ഒരു തിളക്കം പോലെ വരും. അപ്പോഴത്തേക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ കുഴച്ച് അടച്ച് മാറ്റി വയ്ക്കാം. മുരിങ്ങയിലയും മല്ലിയിലയും ഒക്കെ ചേർക്കുന്നെങ്കിലും അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാൻ. കൊച്ചായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി മാവെടുക്കാം. മാവെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. കുറച്ച് മാവ് തൂകിയതിന് ശേഷം മാത്രമേ ഇതുപോലെ വലിയ ഉരുളയായിട്ട് എടുക്കണം. വലിയ പിടിയെടുത്ത് മാവിലിട്ട് ഉരുട്ടിയതിന് ശേഷം അതും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ പരത്തണ്ട. ഒരു പപ്പടത്തിൻ്റെ അത്രയും മാത്രം പരത്തിയാൽ മതി. കട്ടിക്ക് തന്നെ ഇരിക്കണം. വലിയ പിടിയായിട്ട് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. കൂടുതൽ പരത്തിയാൽ പൊട്ടിപ്പോവും. ആവശ്യത്തിന് മാത്രം പരത്തിയെടുത്ത് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചേർത്ത് ഒട്ടിക്കാം. പതുക്കെ ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു കറക്കി ഒട്ടിച്ച് ചേർത്ത് കൊടുക്കണം. 4 ഭാഗവും വിടവുള്ള ഭാഗം എല്ലാം നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ച് ഇതുപോലെ കമത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മാവിട്ട് കൊടുക്കുകയാണ്. മാവ് മൈദാ മാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഗോതമ്പ് മാവല്ല, മൈദാ മാവ് കൊണ്ടാണ് പരത്തേണ്ടത്. പൊട്ടിയ ഭാഗങ്ങളെല്ലാം ഒട്ടിപ്പിടി വരും. നല്ല തൂളി മാവ് തന്നെ എന്തിനും പരത്താൻ വേണം. എല്ലാ ഭാഗവും അടഞ്ഞു വരും. നല്ലതുപോലെ പരത്തിയെടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിൽ മാത്രം പരത്തിയെടുത്താൽ മതി. 2 ഭാഗവും മാവ് ഇതുപോലെ തൂകി വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഒട്ടും പൊട്ടലില്ലാതെ തന്നെ കിട്ടും. ഞാനിപ്പോൾ മീഡിയം വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. ഇനി ഒരെണ്ണം കൂടെ ഉള്ളു. ബാക്കി 7 എണ്ണവും കംപ്ലീറ്റ് പരത്തിയിട്ടുണ്ട്. മൊത്തം 8 എണ്ണത്തിനുള്ള മാവ് മാത്രമേ ഇതുള്ളൂ. എല്ലാം പരത്തി കഴിഞ്ഞു. ഇതുപോലെ പരത്തി നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്യണം. എന്നിട്ട് മാവ് പുറത്തൂടെ മാവ് ഇതുപോലെ തൂകി കൊടുത്ത് 2 ഭാഗവും മാവ് തൂകി വേണം പരത്തിയെടുക്കാൻ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പതുക്കെ പ്രസ് ചെയ്യാൻ പറ്റൂ. ഒട്ടാതെ തന്നെ കിട്ടുകയും ചെയ്യും. നല്ല പെർഫെക്റ്റായിട്ട് എല്ലാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ ഇപ്പോൾ എല്ലാം പരത്തി കഴിഞ്ഞു. ഇനി ചുട്ടെടുത്താൽ മതി. ഇനി പാൻ അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വെച്ച് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇട്ട് കുറച്ച് നേരം ഒന്ന് വെന്തതിന് ശേഷം മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം നെയ്യാണ് അതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യോ ഓയിലോ ഒഴിച്ച് വേണം ചുട്ടെടുക്കാൻ. ഞാൻ ആദ്യം 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൽ നല്ലതുപോലെ എണ്ണ ഒഴിച്ച് വേണം ചുട്ടെടുക്കാൻ. എങ്കിലേ നല്ല മുരിഞ്ഞ് പുള്ളി വരത്തുള്ളൂ.
ഞാൻ ഇച്ചിരി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സൈഡൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ എണ്ണ കൂടുതൽ ആയിട്ട് വേണം. പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന കണക്കിന് തന്നെയാണ് ഇതും ചുട്ടെടുക്കുന്നത്. ഇത് പതുക്കെ പതുക്കെ പൊള്ളി വരും. നല്ല ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മനസ്സിലാവും പൊള്ളി വരുന്നത്. ഓയിൽ ഒഴിച്ചെങ്കിലേ ഇതുപോലെ പൊള്ളി വരൂ. നല്ലതുപോലെ പൊള്ളി ഇതുപോലെ പൊള്ളി വരുന്നത് കണ്ടോ? ഇതുപോലെയാണ് പൊള്ളി വരുന്നത്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ടതിന് ശേഷം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഇപ്പോൾ ചുട്ട് കഴിഞ്ഞു. എല്ലാം ഇതുപോലെ ചുട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാ എല്ലാം പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒന്നും നഷ്ടപ്പെടാതെ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.